പാലക്കാട് നിയമസഭാ ഉപതിരഞ്ഞെടുപ്പ് തോൽവിക്കു പിന്നാലെ ബിജെപിക്ക് കനത്ത തിരിച്ചടി നൽകി മുൻ വയനാട് ജില്ലാ പ്രസിഡന്റിന്റെ രാജി. കെ.പി. മധുവാണ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാർട്ടി വിട്ടിരിക്കുന്നത്. ബിജെപി രാഷ്ട്രീയം ഇനി തുടരുന്നില്ല. ഞാൻ ബിജെപിയിൽ ചേർന്നത് തല്ലും പിടിയും ഉണ്ടാക്കാനോ ബഹളം ഉണ്ടാക്കാനോ ഗ്രൂപ്പ് കളിക്കാനോ തമ്മിൽ തല്ലാനോ അല്ല. ഇതിനൊക്കെയാണെങ്കിൽ ഇവിടെ വേറെ കക്ഷികളുണ്ട്. അവരുടെ കൂടെ പോയാൽ മതി. ഗ്രൂപ്പ് കളിച്ചും തമ്മിലടിച്ചുമാണ് പാലക്കാട് നശിപ്പിച്ചത് എന്നും പാർട്ടി വിടുന്ന തീരുമാനം പ്രഖ്യാപിച്ചുകൊണ്ട് മധു പറഞ്ഞു. രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞുകൊണ്ട് യാതൊരു തരത്തിലും മുന്നോട്ടു പോകാൻ തരത്തിലുള്ള രീതിയിലാണ് കേരളത്തിലെ ബിജെപി ഉള്ളത്. ഇതിൽ വലിയ അമർഷവും സങ്കടവുമുണ്ട്. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കിയ ശേഷം ഞാൻ അസുഖബാധിതനായിരുന്നു. ആ സമയത്ത് പാർട്ടിയിലെ ആരും തന്നെ തിരിഞ്ഞു നോക്കിയില്ല. സംസ്ഥാന നേതാക്കൾ ആരും തന്നെ ഫോൺ വിളിച്ചു പോലും കാര്യം അന്വേഷിച്ചില്ല. മാറ്റി നിർത്തിയ ശേഷം തീർത്തും അവഗണിക്കുകയായിരുന്നു. പാർട്ടിയിലെ പ്രശ്നങ്ങൾക്ക് കൂടെ സമാധാനം പറയേണ്ട അവസ്ഥ വന്നു. അതിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നടക്കം രാജിവെക്കാൻ തീരുമാനിച്ചത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് കെ സുരേന്ദ്രനെതിരെ കുറെ ആരോപണങ്ങൾ ഉണ്ടായി. അന്ന് അദ്ദേഹത്തെ പിന്തുണച്ച് സംസാരിച്ചു എന്നതിന്റെ പേരിൽ ഞാനുമായി വലിയ ബന്ധമുണ്ടായിരുന്ന പാർട്ടിക്കാർ വരെ അകന്നുപോയി. ഒരു സംസ്ഥാന ഭാരവാഹി സുരേന്ദ്രന് എതിരായി നിൽക്കുന്ന ആളാണ്. അയാൾ സംസാരിക്കുന്നത് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നാൽ വേണ്ടതുപോലെയൊക്കെ ചെയ്തു പോകാമെന്നാണ്. അങ്ങനെയാണോ വേണ്ടത്? അത്തരത്തിലുള്ള ഒരു പാർട്ടിയല്ല എനിക്ക് വേണ്ടത്. കെ സുരേന്ദ്രനും പി.കെ. കൃഷ്ണദാസും തമ്മിലുള്ള ഗുസ്തിയാണ് ഇവിടെ നടക്കുന്നത്. എം.ടി. രമേശാണ് നമുക്കൊന്നിച്ചു പോകാമെന്ന് പറഞ്ഞത്. ഒരു CPM-കാരൻ വന്ന് സംസാരിച്ചതുപോലെയാണ് എനിക്കന്ന് തോന്നിയത്. അതേസമയം വന്യജീവി ആക്രമണത്തിനെതിരെയുള്ള പ്രതിഷേധത്തിനിടെ പുൽപ്പള്ളിയിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട പരാമർശത്തെ തുടർന്നായിരുന്നു കെ.പി. മധുവിനെ പാർട്ടി ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കിയത്. ലോഹയിട്ട ചിലരാണ് പുൽപ്പള്ളിയിൽ സംഘർഷത്തിന് ആഹ്വാനം ചെയ്തതെന്ന പ്രസ്താവന വലിയ വിവാദമാകുകയും ചെയ്തിരുന്നു. സ്ഥാനത്ത് നിന്ന് നീക്കി 9 മാസം കഴിഞ്ഞെങ്കിലും പാർട്ടി യാതൊരു തുടർ നടപടിയും സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ രാജി. അതേസമയം പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ തന്നെ ബിജെപി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ കെ സുരേന്ദ്രനും ഒരുങ്ങുന്നുവെന്ന വാർത്ത പുറത്തുവന്നിരുന്നു. രാജിവെക്കാൻ തയ്യാറാണ് എന്ന് സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചുവെന്നാണ് വിവരം. എന്നാൽ സുരേന്ദ്രന്റെ ആവശ്യം കേന്ദ്ര നേതൃത്വം തള്ളിയെന്നാണ് അദ്ദേഹവുമായുള്ള അടുത്ത വൃത്തങ്ങൾ പറഞ്ഞത്. ശോഭാ സുരേന്ദ്രനും ശോഭയെ അനുകൂലിക്കുന്ന 18 നഗരസഭാ കൗൺസിലർമാരും ചേർന്നാണ് പാലക്കാട്ടെ ബിജെപിയുടെ മുന്നേറ്റം അട്ടിമറിച്ചതെന്നാണ് സുരേന്ദ്രന്റെ ആരോപണം. അതേസമയം ബിജെപിക്ക് പാലക്കാട്ട് അടിസ്ഥാന വോട്ടുകൾ നിലനിർത്താൻ കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം സമ്മതിച്ചിരുന്നു. പാലക്കാട്ട് വോട്ട് ശതമാനം ഉയർത്താൻ കഴിഞ്ഞില്ല എന്നും ഇതിൽ ശരിയായ വിലയിരുത്തൽ നടത്തുമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. ഓരോ ബൂത്തിലും പരിശോധന നടത്തി ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി.